പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിലാണ് ഇത്തരത്തിലൊരു വലിയ അപകടം സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ശബരിമല ദർശനം കഴിഞ്ഞു വന്ന തെലുങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് വശത്തെ മതിലിലും ടെലിഫോൺ പോസ്റ്റിലും ഇടിച്ച കാർ മറിഞ്ഞ ഉടൻ തന്നെ തീ ആളിപ്പടർന്ന് കാർ കത്തി അമരുകയായിരുന്നു. അത്രയും ഭീകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുക. കാർ പൂർണ്ണമായും നിന്ന് കത്തി അമരുന്ന ഒരു കാഴ്ച ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയും. തെലുങ്കാന സ്വദേശികളായ നാഗേന്ദ്ര ബാബു, രമേശ് ബാബു, സത്യനാരായണ, മോഹൻകുമാർ, GP റെഡ്ഡി തുടങ്ങിയ അയ്യപ്പ ഭക്തരായിരുന്നു ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് തെലുങ്കാനയിലേക്ക് പോകും വഴിയാണ് കലഞ്ഞൂർ ഇടത്തറ ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു വലിയ അപകടം നടന്നിട്ടുള്ളത്. തെലുങ്കാന സ്വദേശികളായ നാഗേന്ദ്ര ബാബു, രമേശ് ബാബു, സത്യനാരായണ, മോഹൻകുമാർ, GP റെഡ്ഡി തുടങ്ങിയ അയ്യപ്പ ഭക്തരായിരുന്നു ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് തെലുങ്കാനയിലേക്ക് പോകും വഴിയാണ് കലഞ്ഞൂർ ഇടത്തറ ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു വലിയ അപകടം നടന്നിട്ടുള്ളത്. ഏതായാലും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ അയ്യപ്പ ഭക്തരെയൊക്കെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അടിയന്തര ശുശ്രൂഷ നൽകിയ ശേഷം ഉച്ചയോടുകൂടി തന്നെ ആശുപത്രിയിൽ നിന്നും ഇവരെ വിട്ടയച്ചു. കോന്നിയിൽ നിന്നും പുലർച്ചെ എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഈ കാറിന്റെ തീ കെടുത്തിയത്. ഫയർഫോഴ്സ് സംഘം എത്തുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. ഇത്തരത്തിൽ തീ ആളിപ്പടരാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് പോലീസും അന്വേഷിച്ചു വരികയാണ്. ഏതായാലും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തർ നാഗേന്ദ്ര ബാബു, രമേശ് ബാബു, സത്യനാരായണ, മോഹൻകുമാർ, GP റെഡ്ഡി തുടങ്ങിയ അയ്യപ്പ ഭക്തരെല്ലാവരും തന്നെ നിസാര പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ കലഞ്ഞൂർ ഇടത്തറ ജംഗ്ഷന് സമീപം കഴിഞ്ഞ പുലർച്ചെ 2:30 മണിയോടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. കാർ പൂർണ്ണമായും കത്തി അമർന്നുവെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തരെല്ലാവരും തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്.